ഇപ്പം എക്സ്പ്ലോർ ചെയ്യും. ഡോക്ടർ ഇത്രയും ഒരു 5,000 കൂടുതൽ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഡോക്ടർക്ക് തോന്നിയിരിക്കുന്ന ഒരു സെക്ഷുവലി ഉള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ സെക്സിനെ കുറിച്ചുള്ള ഒരു മിസ്കൺസെപ്ഷൻ എന്താണ്? മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്. ഈ സെക്സ് എന്ന് പറഞ്ഞാൽ പ്രോക്രിയേഷൻ ആണ്. അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്നു. ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ അത് കഴിഞ്ഞു തീർന്നു, അതിന് മുന്നേ കഴിഞ്ഞു. ഇതാണ് സെക്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കുറേ ആളുകൾക്ക്. വളരെ റിലീജിയസ് ആയിട്ടുള്ള വിചാരം. സോ ഐ വുഡ് സേ സെക്സ് എന്താണെന്നറിയില്ല എന്നുള്ളത് തന്നെയാണ് മിസ്കൺസെപ്ഷൻ. ഏറ്റവും വലിയ എന്താണ് ഇപ്പോൾ നമ്മൾ സെക്സ് എന്നൊരു ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇതിന് ടേംസ് മലയാളത്തിൽ ഇത് വ്യത്യാസമായിട്ട് പറയാൻ തന്നെ എനിക്കറിയില്ല. ഫോർ പ്ലേക്ക് ഇപ്പോൾ മലയാളം ഉണ്ടോ വേറെ? ഇല്ല അല്ലേ? ഇല്ല. അതാ. അപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം ആ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ഈ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ചെല്ലുന്നു, രണ്ടാൾക്കാർ കിസ് ചെയ്യുന്നു, സിനിമയിൽ കണ്ടിട്ടുള്ള പോലെ. ഇപ്പോൾ പണ്ടൊക്കെ ഈ ഇലകളുടെ പുറകിൽ ഇങ്ങനെ കാണിക്കുന്നു, ഇപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുന്നു. ആൾക്കാർക്ക് ഒരു ഐഡിയ ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ സെക്സ് ആയിട്ട് ഇല്ലാത്തത് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ ഈ പറഞ്ഞതെന്ന് ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ മീഡിയ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒരാളുടെ സെക്ഷൽ ഡെവലപ്മെൻറ്റിൽ, ആസ് ഇൻ അവരുടെ ഫാൻറ്റസീസ് ആണെങ്കിലും അവർക്ക് സെക്സിനെ കുറിച്ചുള്ള തോട്ട്സ് ആണെങ്കിലും അവർക്ക് പാർട്ട്ണറെ കുറിച്ചുള്ള തോട്ട്സ് ആണെങ്കിലും എത്രത്തോളം ഇപ്പോൾ റൈറ്റ് നൗ ഇന്നത്തെ ഒരു ജനറേഷനിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്? സോ പണ്ട് നമുക്ക് ഇങ്ങനെ ഇത്രയും ഇല്ല, ഇത്ര ആക്സസ് ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വന്നിട്ട് ഇപ്പോൾ ചീറ്റിംഗ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഓൺലി ഫാൻസ് ഉണ്ട്, സെക്ഷൽ ചാറ്റ്സ് ഉണ്ട്, വെർച്വലായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്, ഫാൻറ്റസീസ് ഓപ്പൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം മീഡിയ വഴി യു ക്യാൻ ഡു ഇറ്റ് ഓൾ വെർച്വലി. ഓക്കെ, സോ അങ്ങനെയൊക്കെ ചെയ്ത് ശീലമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ചീറ്റിങ്ങിൽ ഇതൊക്കെയും വരും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് തിയറിറ്റിക്കലായിട്ട് പറയുമ്പോൾ ചീറ്റിംഗ് അല്ല, പക്ഷേ ഇത് വേറെ ടൈപ്പ് ഓഫ് ചീറ്റിംഗ് ആയി. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് സെക്സ് നമ്മൾ ഭാര്യയായിട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഇത് ഞാനിങ്ങനെ പറയുമ്പോഴേ ജെൻഡർ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് വേറെ രീതിയിൽ തോന്നുന്നു, അങ്ങനെ ഇല്ല. എന്ന് വെച്ചാൽ പെണ്ണുങ്ങളും ചെയ്യണവരുണ്ട്. ഐ മീൻ എനിക്ക് ഒരിക്കൽ വന്നത് അത് ചീറ്റിംഗ് പോലും അല്ല. ഭർത്താവ് വന്നിട്ട് ഇറ്റ് വാസ് ലൈക്ക് പാനിക്കിങ്. ഓക്കെ, അപ്പോൾ വൈഫിന് അപ്പോൾ ആ സമയത്ത് ഒരു കുഞ്ഞായിട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് കൊച്ചായത്. അപ്പോൾ കുറേ ഹോർമോൺസ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്തിട്ട് ആളുടെ മൂഡ് മൊത്തം അവിടെ ഇവിടെ കിടക്കുക. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരിക്ക് ഇച്ചിരി അറൗസലൊക്കെ കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഈ കൊച്ചായി കഴിഞ്ഞപ്പോൾ പുള്ളി എന്തോ ആളുടെ ഫോൺ ചെക്ക് ചെയ്തു വൈഫിൻ്റെ, വിച്ച് ഐ വുഡ് സേ എ പ്രൈവസി വയലേഷൻ. സോ ഇതിനകത്ത് യൂട്യൂബിൽ ഈ സ്റ്റോറീസ് ഉണ്ടല്ലോ, ഇച്ചിരി ഇങ്ങനത്തെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ, അതാണ് ഈ ആൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഐ മീൻ വൈഫ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സോ ഡോക്ടർ ഒന്നും നോക്കിക്കേ. ഞാൻ വിചാരിച്ചു കൊച്ചിന് ഇങ്ങനെ പാല് കൊടുക്കുന്നൊക്കെയാണ്, അത് ചെയ്യാനല്ല, എനിക്കത് കാണാൻ തോന്നി, എനിക്ക് കണ്ടു. അപ്പം അങ്ങനെ അത് കാരണം ആണും പെണ്ണും അങ്ങനത്തെ ഇതില്ല. ഓക്കെ, ആര് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മീഡിയ ഈ പറഞ്ഞ പോലെ പണ്ട് നമ്മൾ പോൺ കാണുന്നത് മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നാന, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ കുറേ മാസികകളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് സിനിമകൾ, ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ. ഇന്ന് വിരൽത്തുമ്പിലെല്ലാം ഉണ്ട്. ഗെയിംസ് വരെ അങ്ങനത്തെയൊക്കെ ഉണ്ടെന്നാണ് പറയാം. അപ്പോൾ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ പോൺ ഒത്തിരി കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ അതിൽ നിന്ന് പ്ലഷർ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് അത് ഫിക്സേറ്റഡ് ആവും. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് എഡിറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്, ഇതൊരു മൂവി അല്ലേ. അപ്പോൾ അതേപോലെയാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് വന്നിട്ട് ആണുങ്ങൾ പൊതുവേ പറയാറുള്ളത്, അവർ സ്വന്തമായിട്ട് ബോഡി ഷെയിം ചെയ്യാൻ തുടങ്ങും. സൈസ് കൺസേൺസ് പറയും, അത്രയും നേരം എനിക്കങ്ങനെ ഇറക്ഷൻ നിൽക്കുന്നില്ല. ഞാൻ പറയും അത് എഡിറ്റഡ് ആണ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ അത് കാരണം അയ്യോ എൻ്റെ ചെറുതാ എന്നൊക്കെ പറയും. അപ്പോൾ ഭാര്യ ഇത് കണ്ടിട്ട് ഭാര്യയും പറയും തനിക്ക് അത്രയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഭർത്താവാണെങ്കിലും ഇതേപോലെ കണ്ടിട്ട് സ്ത്രീകളെ അവരെല്ലാം ഭയങ്കര ഭംഗിയാ, ഫെയറാ, അവരെന്തൊക്കെ പൊസിഷൻസാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ ചില വളരെ മൈന്യൂട്ടായിട്ട് നമ്മളിപ്പോൾ പണ്ട് കണ്ട സിനിമകളിൽ ഇവർ ചിലപ്പോൾ കണ്ടിട്ടുള്ളതിൽ ചില റിയാക്ഷൻസോ അഭിനയങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അതായത് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഇപ്പോൾ സ്ത്രീകളാ ചെയ്യുന്നത്, അത് എക്സ്പെക്ട് ചെയ്യും. ആൻഡ് ഇറ്റ്സ് ടോട്ടലി ആൻ ആക്ട് അല്ലേ. അതെങ്ങനെയാണ് ഇപ്പോൾ
നമ്മൾ റിയാലിറ്റിയിൽ അഭിനയിക്കണതിനൊരു പരിധി ഉണ്ടല്ലോ, നമുക്ക് എല്ലാ ദിവസവും അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയുടെയും ഈ ഒരു ടെക്നോളജിയുടെയും ഒക്കെ ഒരു എഫക്റ്റായിട്ട് വരാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും സെക്സിലാണെങ്കിലും ഈ കാണുന്നതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത് തന്നെ. യാ ലൈഫിലാണെങ്കിലും ശരിക്കും ഇത്